ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു വെറൈറ്റി കമ്മലായിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ കമ്മൽ വെറൈറ്റി തന്നെയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ കമ്മൽ ഇതാണ് നമ്മളിതാ ഈ ഒരു 2-3 ഐറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബെൻഡ് ട്യൂബാണ്. കിറ്റ് വാങ്ങിച്ചവർക്കറിയാം, കിറ്റിലുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ബെൻഡ് ട്യൂബ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി കമ്മൽ ഇന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണേണ്ടവരൊന്ന് ജസ്റ്റ് കയറി നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു കമ്മൽ ചെയ്യാനായിട്ട് നമ്മൾ ബെൻഡ് ട്യൂബിൻ്റെ ഒപ്പം ഒരു സ്റ്റോണും അതുപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റോണൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റഡിൻ്റെ ബേസ് ചെറിയത് വേണം കേട്ടോ. ചെറിയ സൈസിലുള്ള സ്റ്റഡ് ബേസ് തന്നെ വേണം. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കമ്മൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ബെൻഡ് ട്യൂബ് എടുത്ത് നിങ്ങളിപ്പോൾ ഈ കമ്മൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾ 2-3 പീസൊക്കെ ആവും ബെൻഡ് ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാല ചെയ്യാൻ ആവശ്യം വരും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ബെൻഡ് ട്യൂബ് എടുത്ത് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. B7000 ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ബെൻഡ് ട്യൂബ് എടുത്ത് ഇതുപോലെ ഒന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡും കൂടിയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അതിന് നമുക്ക് 2ഉം കൂടി ഒട്ടിച്ച് ഒറ്റ സിംഗിളായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ചിലത് ചെറിയതായിട്ട് ലെങ്ത്ത് കൂടുതലുണ്ടാവും. അത് നമ്മൾ സ്റ്റഡിൻ്റെ ബേസ് വെക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ആക്കിയാൽ മതി കേട്ടോ. അതുപോലെ ചിലത് ലെങ്ത്തൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, 2 സൈഡും ഒരേപോലെ തന്നെ കിട്ടും. ചിലതിന് മാത്രമാണ് അങ്ങനെ ഒരു മാറ്റം വരിക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആരും ഇതെടുത്ത് കമ്മൽ ഉണ്ടാക്കേണ്ട, കാരണം നമുക്ക് മാലകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ 3-4 ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം ബെൻഡ് ട്യൂബ് വാങ്ങിച്ചതിന് ശേഷം ഈ കമ്മൽ ഉണ്ടാക്കുക. കാരണം നമുക്ക് മാലകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതും ഇതുപോലെ 2 പീസും കൂടി ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൈഡിൽ തന്നെ ഒട്ടിക്കണം. 2 സൈഡും കൂടി തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും. അതുപോലെ B7000 ഗ്ലൂ ആയത് കാരണം തന്നെ ഇത് ഒട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വിട്ടുപോരുമൊന്നുമില്ല. ആ ഒരു പേടിയും വേണ്ട. എല്ലാവരും കമൻറ്റിൽ ചിലർ ചോദിക്കാറുണ്ട് ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ B7000 ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഹെയർ ബാൻഡിനായാലും ജ്വല്ലറിക്കായാലും ഈ ഒരു ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം രണ്ടും സെയിം ലെങ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടോ. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം എടുത്തിട്ട് നിങ്ങൾ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ ഇത് വിട്ടുപോരും. നമ്മൾ ഒട്ടിക്കുന്നതിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇതായി നമുക്ക് ഈ ഒരു സ്റ്റോൺ ഇതുവഴിക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റോൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടോ, ഇത് നമുക്ക് കോർക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോണാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് നമ്മൾ പ്ലെയർ വെച്ചിട്ട് ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ക്യാപ്പ് പോലത്തെ ഭാഗമുണ്ട് അതൊന്ന് അടർത്തി മാറ്റാം. അത് സുഖമാണ് കേട്ടോ, നമുക്ക് അടർത്തി മാറ്റാനൊക്കെ എളുപ്പമാണ്. ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാപ്പ്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തി കഴിഞ്ഞാൽ നമുക്കത് വിട്ടുപോരും. അത് വിട്ടു പോന്നിട്ടും കാര്യമില്ല, നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് കളയണം. അത് നമുക്കൊരു പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും കൈയൊക്കെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം നമ്മളിതിങ്ങനെ ജസ്റ്റ് അകത്തുന്ന ടൈമിൽ അതൊന്നും കുത്തിക്കൊള്ളരുത്. അതിൻ്റെ തുമ്പൊന്നും കുത്തി നഖത്തിൻ്റെ ഉള്ളിലൊന്നും കൊള്ളരുത്. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഇതാ പോയി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടോ. അത് നമുക്കിതുപോലെ പ്ലെയർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വളഞ്ഞൊക്കെ പോകും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോണും വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ഫ്ലാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ എടുത്തപ്പോൾ ഇതുപോലെ സ്റ്റോൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു പോകുന്നു. അത് നമുക്ക് വിട്ടു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗ്ലൂ വെച്ച് നമുക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് B7000 തന്നെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആ സ്റ്റോണൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആരും വിട്ടുപോയി എന്ന് വിചാരിച്ചിട്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റിൽ നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ബാക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ പോലെയാണ് അത് വരിക. ഒരു ഒന്ന് പോലെയാണ് അതിൻ്റെ ബാക്ക് ഇരിക്കുന്നുണ്ടാവുക, ആ ഒരു കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ അത് കറക്റ്റ് ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പിലൊക്കെ അത് ഫിറ്റായിട്ടിരിക്കും. അത് നിങ്ങൾ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന സമയത്ത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. അത് നേരെ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അത് കറക്റ്റ് അതിലേക്ക് നിന്നോളും. ആ ഒരു ഗ്യാപ്പിലേക്ക് അത് ഫിറ്റായിട്ടിരിക്കും. പിന്നെ അത് വിട്ടു പോരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റോൺ വരുന്ന ഭാഗത്താണ് നമ്മൾ ബാക്കിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇല്ല, നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായാലും കമ്മൽ ഇടാനൊക്കെ പറ്റും കേട്ടോ. അത് വേറൊരു മോഡലായിട്ട് കിട്ടും. ഇങ്ങനെ ഒട്ടിക്കരുത്, ഞാൻ ചിരിച്ച് വെച്ചിട്ടാണ് ഒട്ടി. ഇത് കണ്ടോ, കറക്റ്റ് നേരെ വരുന്ന രീതിയിലാണ് വരുന്നത് ആ ഒരു കട്ടിങ്. അതിനത് നമ്മളിതുപോലെ തിരിച്ച് വെച്ചിട്ട് ഒട്ടിക്കുക, കണ്ടോ.
അപ്പോഴാണത് കറക്റ്റായിട്ട് നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഫിറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇങ്ങനെ മാത്രമായിട്ടായാലും യൂസ് ചെയ്യാം, കാരണം ഇതൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു ഗോൾഡൻ കളർ വന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ അടിയിൽ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡലൊക്കെ നമുക്ക് ഗോൾഡിലൊക്കെ വരുന്നുണ്ടല്ലോ ഒരുപാട് മോഡലുകൾ ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റില്ല ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഗോൾഡിൻ്റെ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്കും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് റേറ്റ് ഒന്നും ആവുന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റോണിൻ്റെ ലെങ്ത്ത് ഒന്ന് ആദ്യം തന്നെ നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിത് വലിക്കുന്ന ടൈപ്പിൽ അത് ഊരിപ്പോരും, പിന്നെ ഒട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റോണുമ്മ ഗ്ലൂ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്, അത് ഡ്രൈ ആവും പെട്ടെന്ന്. അപ്പോൾ പിന്നെ അത് സ്റ്റിക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതൊരു ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലെങ്ത്ത് നോക്കി കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിലേക്ക് കട്ട് ചെയ്ത് ഒരു ലെങ്ത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് 4 പീസും കട്ട് ചെയ്തെടുക്കാം 2 കമ്മലിലേക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് തന്നെ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്ക് എനിക്കിതിലൊരു 6 പീസ് എങ്ങാണ്ടാണ് വന്നത്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, കട്ട് ചെയ്ത സമയത്ത് ഞാൻ എത്ര പീസ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലെങ്ത്ത് നോക്കുക. കാരണം ഞാൻ പറയുന്ന ലെങ്ത്ത് ചെയ്യേണ്ട, നിങ്ങളുടെ സ്റ്റോണിൻ്റെയൊക്കെ സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ലെങ്ത്തിലും മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ലെങ്ത്ത് ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായ ബെൻഡ് ട്യൂബിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ചെയ്യാം. അതിനും ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഈ കമ്മൽ. എന്നാലും ഒരു വെറൈറ്റി തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഈ ഒരു ബെൻഡ് ട്യൂബൊന്നും വെച്ച് ഞാൻ കമ്മലുകൾ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ഇതുപോലത്തെ ഒരു മോഡൽ സ്റ്റോൺ ചെയിൻ മാത്രം വെച്ച് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബെൻഡ് ട്യൂബ് വെച്ചിട്ട് ആരെങ്കിലും കമ്മലുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാരും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ 2 സ്റ്റോണും ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഇങ്ങനെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ മുട്ടി അതിങ്ങനെ പോരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഒരുവിധം ഒരു അരഭാഗം ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ ലെവലാക്കി കൊടുത്താലും മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം, നന്നായിട്ട് ഡ്രൈ ആയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആ ഒരു പശ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പ്രസ്സൊക്കെ ചെയ്ത് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടും ഇതുപോലെ സെറ്റാക്കിയിട്ടൊന്ന് നോക്കാം. ഇതാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ സ്റ്റഡ് ബേസും കൂടി ഇട്ടിച്ച് കഴിഞ്ഞാൽ കമ്മലിൻ്റെ ആ ഒരു വർക്ക് ഫുള്ളായിട്ട് കഴിയും കേട്ടോ. ഇത് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ കളറിനൊക്കെ മാച്ച് ചെയ്ത്, ഡ്രസ്സിനൊക്കെ കളറിന് മാച്ച് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ചെറിയ സ്റ്റഡ് ബേസ് വേണമെന്ന് പറഞ്ഞത് ഇതാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ലായി കിട്ടണം, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുമല്ലോ സ്റ്റഡിൻ്റെ ബേസ്, അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ 2 സൈഡും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കമ്മൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കരുത് കമൻറ്റ് ചെയ്യാനായിട്ട്. ഇഷ്ടമായിട്ടില്ല, നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 13 ക്ലാസ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ. ഇനി നമ്മൾക്ക് 1-2 വീഡിയോയും കൂടി നമ്മൾ കമ്മലിൻ്റെ ഇടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയിനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ചെയിനിൻ്റെ വെറൈറ്റി മോഡലുകളൊക്കെ കാണാനായിട്ട്.